ഹായ് ഓൾ, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യഘട്ട എക്സാം കഴിഞ്ഞു, 10th പ്രിലിംസിൻ്റെ. അടുത്ത ഘട്ട പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹോൾ ടിക്കറ്റ് ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാരെന്ന് പറയുമ്പോൾ മൊത്തം 2 ലക്ഷത്തിലധികം ആൾക്കാരുടെ എക്സാമാണ് ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി 10 ലക്ഷത്തോളം ആൾക്കാർ എഴുതാൻ കാത്തിരിക്കുവാണ്. ഇന്ന് ഹോൾ ടിക്കറ്റ് വരും 28ാം തീയതിയിലേക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 28ാം തീയതിയിലും നമുക്ക് എക്സാം വന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഡിഗ്രി പ്രിലിംസ് നമ്മുടെ തൊട്ട് മുന്നിലുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത് മിസ് ചെയ്യും. അതിനൊരു കാരണമുണ്ട്. ഈ വരുന്ന ഡിഗ്രി പ്രിലിംസ് പ്രത്യേകത അസിസ്റ്റൻ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയാണ്. ഏറ്റവും കൂടുതൽ PSC പോസ്റ്റുകൾ, PSCയുടെ വേക്കൻസി വരുന്ന ഒരു പോസ്റ്റാണ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വരുന്ന ഡിഗ്രി പ്രിലിംസിന് അത്രത്തോളം പ്രാധാന്യം നൽകണം. പിന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം വൈകുന്നതിൻ്റെ പ്രധാന കാരണം ആദ്യം നടത്ത ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ട് ഇതുവരെയും പബ്ലിഷ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് PSC മടിച്ചു നിൽക്കുന്നത് എക്സാം നടത്താനായിട്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ LDCൻ്റെ ലിസ്റ്റ് വന്ന ആ ഒരു ഓളത്തിനോടൊപ്പം ഡിഗ്രി പ്രിലിംസിൻ്റെ കഴിഞ്ഞ എക്സാമിൻ്റെ റിസൾട്ട് വരാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പോൾ അത് കഴിഞ്ഞാലുടൻ തന്നെ PSC അടുത്ത ഡിഗ്രി പ്രിലിംസിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്യും. ആ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഒരു 4-5 മാസം മാത്രമേ നമ്മുടെ മുന്നിൽ പ്രിപ്പറേഷനുള്ളൂ. ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞ എക്സാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ അടുത്ത എക്സാമും വരാനാണ് സാധ്യത വളരെയേറെയുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നമ്മുടെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ട് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരു 1 ഇയർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു 1 ഇയർ കോഴ്സാണ്. അപ്പോൾ അതായത് അടുത്ത പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് മന്ത്ലി ഫീസ് അടച്ച് വരാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 19ാം തീയതി മുതൽ, മെയ് 19ാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഗ്രി പ്രിലിംസ്, അതായത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാം ഉൾപ്പെടുന്ന ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ വരാൻ സാധ്യതയുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിൻ്റെ ഫീസും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ 10th പ്രിലിംസിൻ്റെ അടുത്ത ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ചെയ്യാനുള്ള കാര്യം കറണ്ട് അഫെയർസ് നമ്മുടെ ഇപ്പം തന്നിട്ടുള്ള കുറേ കറണ്ട് അഫെയർസ് ക്ലാസ്സുകളുണ്ട്. പിന്നെ ഈ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളും കൂടി നമ്മൾ തരുന്നതാണ് വരും ദിവസങ്ങളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വിത്ത് മാത്സ് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട്സ് പറഞ്ഞിരുന്നു. മാത്സും ഇതും എല്ലാം SCRT ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, സ്കോർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയോ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.